ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ആദിലയും നൂറയും അനുമോൾക്ക് എതിരായിട്ട് ഗെയിം കളിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അനുമോളുമായിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് കളിയൊക്കെ അവസാനിപ്പിച്ച് അനുമോൾക്ക് എതിരായിട്ട് ഗെയിം കളിക്കാനായിട്ട് പോവുകയാണ്. ആദിലയാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത്. കാരണം ആദില സേഫ് സ്പോട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആദില നോമിനേഷനൊന്നും വന്നിട്ടില്ല. നൂറയ്ക്കാണ് ഇത് പണിയാവാനായിട്ട് പോകുന്നത്. അതെന്താണെന്നുള്ളത് പറയാം. ഇവരിപ്പോ ലൈവിലിരുന്ന് പറയുകയാണ്, അനു ഇവിടെ ആണുങ്ങളെ തീറ്റിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. എരിവ് കൂടിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കൂല. ആണുങ്ങൾക്ക് എരിവ് വേണം, അതുകൊണ്ട് എരിവ് കൂട്ടിയിട്ട് കറി ഉണ്ടാക്കും. അത് ആണുങ്ങൾക്ക് വേണ്ടിയാണ് അനുമോൾ അങ്ങനെ ചെയ്യുന്നത്. കുലസ്ത്രീ കളിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് വരെ വന്നിട്ട് പറഞ്ഞു കിച്ചണിൽ നിന്ന് മാറണം. എന്നിട്ടും കിച്ചണിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ആദില നൂറയുടെ അടുത്ത് ഇപ്പൊ പറയുന്നുണ്ട് ലൈവിനകത്തിരുന്നിട്ട്. ഇത് രാവിലെ തുടങ്ങി ഇവരിങ്ങനെ അനുമോൾ തർക്കുത്തരം പറയുന്നു, ബാക്ക് ആൻസർ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് വെറുതെ ചുമ്മാ അനുമോൾക്ക് ഇതിനായിട്ട് വള്ളി പിടിക്കാനായിട്ട് നടക്കുകയാണ്, ഒരു കാര്യമില്ലാതെ. പിന്നെ അനുമോളെ വെച്ചിട്ടാണ് കോണ്ടന്റ് ഉണ്ടാക്കുന്നത്. അനുമോളെ വട്ടാക്കിയുള്ള കോണ്ടന്റുകളെ ഉണ്ടല്ലോ, തുടക്കം മുതൽ നമ്മൾ കാണുന്നതാണ്. അനുമോളെ എന്തെങ്കിലും ചെയ്ത് വട്ടാക്കും. അപ്പോൾ അനുമോൾ അത് ആ ഒരു വള്ളിയെ കയറി പിടിച്ച് അനുമോളുടെ ഒരു സംഭവം വരും പുറത്തേക്ക്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഈ അക്ബർ, ആര്യൻ, നെവിൻ ടീംസ് ഒക്കെ രാവിലെ തുടങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദില നൂറ ഇപ്പൊ അതെ, ആദില നൂറയ്ക്കും ഇത് ഈ ഒരു ഗ്രൂപ്പുകൾ ചെയിൻ പൊളിക്കണമെന്നുള്ള ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട് അനുമോൾക്കെതിരായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നെവിൻ ആ ഒരു പനീർ കേസ് അങ്ങ് സോൾവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് തൈരായിരുന്നു. ആ തൈരിനെ ഇത് പനീറാക്കി ഇപ്പോ ആര്യനും നെവിനും സബ്മാനും കൂടി ചേർന്ന് പനീറാക്കിയിട്ടുണ്ട്. അപ്പൊ അതും സോൾവ് ആയി. ആദിലയും നൂറ എന്തായാലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൻ മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം ലോയൽറ്റി ഒരു മെയിൻ വിഷയമായിട്ട് വരും. ഇത്രയും നാൾ ഇവര് കളിച്ചുകൊണ്ടിരുന്ന നാടകമായിരുന്നു എന്നുള്ളത് പൊളിയും, അത് പൊളിഞ്ഞു വീഴും, ഉറപ്പാണ്. നൂറയ്ക്കാണ് ഇത് പണിയാവാനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ പണിയാവാൻ പോകുന്നത് നൂറയ്ക്കാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സീസണില് വോട്ട് നില എങ്ങനെയൊക്കെയാണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു വോട്ടിംഗ് ട്രെൻഡ് തന്നെ നമുക്ക് എടുത്തു നോക്കാമോ. കഴിഞ്ഞ ആഴ്ച ലീഡിങ് നിന്ന ആളല്ല ഈ ആഴ്ച ലീഡിങ് നിൽക്കുന്നത്. അത് അത്രയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നിർണായകമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വോട്ടിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു പരിപാടി. അത് അൺഒഫീഷ്യലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ട്രെൻഡ്സ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആരാണ് പുറത്താവാൻ ചാൻസ് ഉള്ളതെന്ന് പോലും പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇത് നൂറയ്ക്ക് വോട്ട് ഇടിയും. അത് ആദിലേക്ക് നല്ലപോലെ അറിയാം. എന്നിട്ടും ആദില എന്തിനാണ് ഇങ്ങനെയുള്ള കോൺവെർസേഷൻസിൽ നൂറേനെയും കൂടെ പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലിറ്ററലി നൂറ ആണ് അനുമോൾക്കെതിരായിട്ട് ഈ വള്ളി പിടിക്കാനായിട്ട് രാവിലെ തുടങ്ങി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വള്ളി പിടിക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.